ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിന്റെ പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. ഒരു ദിവസം മുമ്പേ ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്. എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ, അതായത് ഫേസ്ബുക്ക് ക്രിയേറ്റർമാർക്ക് നല്ല രീതിയിൽ ഉപകരിക്കുന്ന രീതിയിലുള്ള അപ്ഡേഷനാണ്. അപ്പോൾ ഇതാണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്തുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലൈറ്റ് ആക്കണ്ട, നോക്കണം. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്റേഴ്സ്, അതായത് ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ പേജായ ഫേസ്ബുക്ക് ഫോർ ക്രിയേറ്ററിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം മുമ്പേ അവരുടെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ന്യൂ ഓൺ ഫേസ്ബുക്ക്, മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു ക്രിയേറ്റ് വീഡിയോസ് ഓൺ ഫേസ്ബുക്ക്. വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആക്കുന്ന രീതിയിലുള്ള ഒരു പുതിയൊരു മെത്തേഡ് ഫേസ്ബുക്ക് ഒരു സെറ്റിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് സൂൺ ഓൾ വീഡിയോസ് വിൽ ബി ഷെയർഡ് ആസ് എ റീൽ. അതായത് നമ്മൾ റീൽസ് ആയാലും അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ആയാലും എല്ലാം ഒറ്റ സെക്ഷനിൽ തന്നെ വരും എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഇപ്പം റീൽസ്, മുമ്പൊക്കെ റീൽസിന്റെ സെക്ഷനിൽ റീൽസ് മാത്രമാണ് വന്നുണ്ടായിരുന്നത്. ലോങ് വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നില്ല. ലോങ് വീഡിയോസ് സെപ്പറേറ്റ് അതിന്റെ പ്രൊഫൈലിന്റെ പേജിൽ മെയിൻ പേജ് ആയാലും പ്രൊഫൈൽ ആയാലും അതിന്റെ മെയിൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ലോങ് വീഡിയോസ് കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇനി മുതൽ റീൽസിന്റെ സെക്ഷനിൽ തന്നെ റീൽസും അതുപോലെ തന്നെ ലോങ് വീഡിയോസും കാണാൻ സാധിക്കുന്നതാണ്. എനിക്കൊക്കെ മുമ്പേ വന്നിട്ടുണ്ട് ഈ അപ്ഡേഷൻ. പക്ഷെ ഇപ്പോഴാണ് ഫേസ്ബുക്ക് ഇങ്ങനൊരു അപ്ഡേഷൻ അവരുടെ പേജിൽ, അവരുടെ ഒഫീഷ്യലായ പേജിൽ അപ്ഡേഷൻ ഇപ്പോഴാണ് വരുന്നത്. അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം ചെയ്ത് കാണിച്ചുതരാം. എൻ്റെ നിലവിൽ ഇവിടെ വീഡിയോസ് എന്നാണുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ റീൽസ് എന്നായിരിക്കും കാണുന്നത്. അപ്പോൾ ആ റീൽസിന്റെ സെക്ഷനിൽ തന്നെ ലോങ് വീഡിയോ റീൽസും കാണാൻ സാധിക്കും. ഇതൊക്കെ നോക്ക്, ഇതൊക്കെ ലോങ് വീഡിയോ ആണ്. ഇതും ലോങ് വീഡിയോ ആണ്. ഇത് പോസ്റ്റ്, ഇത് റീൽസ് ആണ്. മനസ്സിലായി? ഇത് റീൽസ്, ഇത് ലോങ് വീഡിയോ ആണ്. ഇതും ലോങ് വീഡിയോ, ഇതൊക്കെ ലോങ് വീഡിയോ ആണ്. ഇത് രണ്ടും മിക്സ് ആയിട്ട് തന്നെയാണ് നിലവിലുള്ള സിറ്റുവേഷനിൽ ഫേസ്ബുക്കിൽ വരുന്നത്. ഇനി ഫ്യൂച്ചറിൽ ഇങ്ങനെ തന്നെ വരും തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അപ്ഡേഷൻ ഇതുവരെ വന്നില്ല, ഇപ്പോഴാണ് വന്ന് തുടങ്ങിയത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ അപ്ഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ താഴെ വേറൊരു അപ്ഡേഷനും കൂടിയുണ്ട്. കൺസിസ്റ്റന്റ് ക്രിയേഷൻ ടൂൾസ്, ഓൾ വീഡിയോസ് കണ്ടന്റ് ഓൺ ഫേസ്ബുക്ക് വിൽ നൗ ഹാവ് ആക്സസ് ടു സം എഡിറ്റിംഗ് ടൂൾസ്. നമ്മളുടെ റീൽസിൽ ഉണ്ടാവുന്ന സൈഡിലൊക്കെ ഉണ്ടാവുന്ന ടൂൾസ് ഉണ്ടല്ലോ, ആ ടൂൾസും വീഡിയോ സെക്ഷനിലും നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോയിലും അതേപോലെ തന്നെ നമ്മൾക്ക് ടൂൾസ് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ റീൽസിൽ കിട്ടുന്ന ടൂൾസൊക്കെ നമുക്ക് ആ സമയത്ത് കിട്ടാറുണ്ടായിരുന്നില്ല. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കിട്ടാറുണ്ടായിരുന്നില്ല. നിലവിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല. വീഡിയോന്റെ റീൽസിന്റെ എഡിറ്റിംഗ് എന്തൊക്കെയാണ്, അതൊക്കെ മൊത്തത്തിൽ എഡിറ്റിംഗ് ടൂൾ എന്തൊക്കെയാണ്, അതൊക്കെ മൊത്തത്തിൽ നമുക്ക് ലോങ് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. നമുക്ക് രണ്ടാമത്തെ അപ്ഡേഷൻ നോക്കാം, സിംപ്ലിഫൈഡ് അനലിറ്റിക്സ്. അതായത് അനലിറ്റിക്സ് നമ്മൾക്ക് ഇതിൽ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ റീൽസിൻ്റെതായാലും അതുപോലെ തന്നെ വീഡിയോൻ്റെ ആയാലും എല്ലാം ഒറ്റ സെക്ഷനിലായിട്ട് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾക്ക് അനലിറ്റിക്സിൽ കാണാൻ സാധിക്കുക. അതായത് റീൽസ് ആയാലും വീഡിയോസ് ആയാലും ഒറ്റ സെക്ഷനിൽ തന്നെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ എൻഗേജ്മെന്റും വ്യൂസും ഏണിങ്സും ഒക്കെ കാണാൻ സാധിക്കുന്നു. ഒറ്റ സെക്ഷനിൽ തന്നെ ആയിട്ടായിരിക്കും ഇനി അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ അപ്ഡേഷൻ, കണ്ടിന്യൂഡ് കണ്ടന്റ് ഡൈവേഴ്സിറ്റി. അതായത് ഒരു പരിമിതി ഇല്ല. നമ്മളുടെ വീഡിയോക്ക് ഇത്ര മിനിറ്റ് വേണം, പിന്നെ അതുപോലെ തന്നെ ഇത്ര സെക്കൻഡ് വേണം, അല്ലെ ഇതുപോലെ തന്നെ മുമ്പൊക്കെ 90 സെക്കൻഡ് 3 സെക്കൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എത്ര സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാലും എത്ര മിനിറ്റ് ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, എല്ലാം ഒറ്റ സെക്ഷനിൽ തന്നെയായിട്ടാണ് പോകുന്നത്. അതായത് റീൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷന്റെ അണ്ടറിൽ തന്നെ ഈ ചെറിയ റീൽസ് ആയാലും 15 സെക്കൻഡ് ആയാലും 1 മിനിറ്റ് ആയാലും 2 മിനിറ്റ് ആയാലും 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും എല്ലാം ഒറ്റ സെക്ഷനിൽ തന്നെ ആയിട്ടായിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ 3 ഇമ്പോർട്ടന്റ് അപ്ഡേഷൻ ആണ് നമ്മൾക്ക് നിലവിൽ വന്നിട്ടുള്ളത്. അതായത് 3 അല്ല 4 എണ്ണം. അതായത് നാലാമത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഓൾ വീഡിയോസ് വിൽ ബി ഷെയർഡ് ആസ് എ റീൽസ് ആയിട്ട് കൺവേർട്ട് ആവും. ഏത് നമ്മുടെ വീഡിയോസ് ആയാലും വലിയ ലോങ് വീഡിയോ ആയാലും റീൽസിന്റെ സെക്ഷനിൽ തന്നെ ആയിട്ടായിരിക്കും പോകുന്നത്. ബാക്കി ഈ പറഞ്ഞ ടൂളും കാര്യങ്ങളൊക്കെ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.